നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹരിയേട്ടന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്ക. അങ്ങനെ സംഭവിച്ചാ ഈ വിവാഹം മുടങ്ങുമല്ലോ. അമ്മ ഇല്ലാതെ ഈ വിവാഹം എന്തായാലും മുടങ്ങുമല്ലോ. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? ഹരിയേട്ടന് മനസ്സിലായില്ലേ? അമ്മയെ കൊല്ലോന്നാണോ? മഹേട്ട, ഞാൻ പിന്നെ വിളിക്കാമേ. എന്താ മഹേട്ടൻ തിരക്കിലാണോ? ഏയ് ഇല്ല, പറഞ്ഞു. പറയട്ടെ, എനിക്കിന്ന് മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. അതിന് കാരണം ഞാൻ പറയട്ടെ. ആ, സിത്തുവിന്റെ കല്യാണമൊക്കെ ആയതുകൊണ്ടല്ലേ? ഏയ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇതല്ല. പിന്നെ മഹേട്ട, ഇപ്പൊ എനിക്ക് ഉറപ്പിച്ചു പറയാം, സിദ്ധാർത്ഥന് യോജിച്ചൊരു പെൺകുട്ടിയെ തന്നെയാ ദൈവം അവന് നൽകിയിരിക്കുന്നെന്ന്. അങ്ങനെ പറയാൻ മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ മണ്ഡപത്തിൽ വെച്ച് ദേവികയുടെ മുറിയിൽ പോയി തിരിച്ചു വരാൻ നേരം അവൾ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പുറത്തുനിന്നേ ശ്രദ്ധിച്ചു. അല്ല, ഫോണിലാ സംസാരിച്ചെന്ന് തോന്നുന്നു. ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നത് അവൾ അറിഞ്ഞതുമില്ല. അല്ല, അവൾ എന്താ സംസാരിച്ചത്? അത് മഹേട്ട, എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വിഷമിപ്പിക്കാൻ കഴിയില്ല. കുട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഞാൻ പോലും അറിയാതെ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ കുട്ടനെ മറക്കാനാവില്ല. മഹേട്ട, ദേവികയുടെ ആ വാക്കുകളിൽ നിന്നും അവളുടെ മനസ്സെനിക്ക് വ്യക്തമായി. അവൾക്ക് സിദ്ധുവിനോടുള്ളത് സഹതാപമല്ല, ഹൃദയത്തിൽ തട്ടിയ സ്നേഹം തന്നെയാ. അവൾക്കിനി സിദ്ധുവിനെ പിരിയാനാവില്ല. സിദ്ധുവിന്റെ കുറവുകൾ അറിഞ്ഞിട്ടും അവനെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ അവൾക്കാകുന്നുവെങ്കിൽ ശരിക്കും അവളെ നമ്മൾ ദേവതയെ പോലെ പൂവിട്ട് പൂജിക്കണം. സത്യം പറയാലോ, അവള് പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് അവളോട് വല്ലാത്ത മതിപ്പും ബഹുമാനം ഒക്കെ തോന്നിപ്പോയി. സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറ്റിയെടുത്ത് അവനെ അവള് പഴയ സിദ്ധു ആക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഇനി പൊന്നാരന്തോട്ടത്തെ മഹാലക്ഷ്മി അവളാ, ദേവിക. ഭഗവാനെ, കാര്യങ്ങൾ ഇത്രത്തോളം മംഗളകരമായി എത്തിച്ചതിന് അവിടത്തേക്ക് കോടി പ്രണാമം. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാര്യത്തിനും സ്വാർത്ഥത കാണിക്കാത്തവളാണ് ഞാൻ. പക്ഷേ സിദ്ധുവിന്റെ കാര്യത്തിൽ ഞാൻ വളരെയേറെ സ്വാർത്ഥമതിയാ. അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രമാ ഞാൻ സ്വാർത്ഥയാവുന്നത്. സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഗോപികയും ഋഷിയും തമ്മിലുള്ള ഡിവോഴ്സ് നടത്തുമെന്നും അഞ്ജിതയും അഭിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്നും എല്ലാം ഞാൻ വാശി പിടിച്ചു. അനുജത്തിമാർക്ക് വേണ്ടി ദേവിക സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണക്കാരി ഞാനാ. അതിലെനിക്ക് അല്പം പോലും കുറ്റബോധം തോന്നുന്നില്ല ഭഗവാനെ. സിദ്ധുവിന് വേണ്ടി ഇനി എന്തും ചെയ്യാൻ എനിക്ക് മടിയില്ല. അതുമൂലം ദേവികയ്ക്ക് ഇനിയും ചിലപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്നോട് പൊറുക്കണം ഭഗവാനെ. ഹരിയേട്ടാ, ഒന്ന് സമാധാനിക്കേ. എങ്ങനെ സമാധാനിക്കും? എടി, ഈ കല്യാണം നടന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് നിനക്കറിയില്ലേ?
നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ സകല വിവരങ്ങളും അടങ്ങുന്ന ആ പെൻഡ്രൈവ് അവളുടെ ആ ദേവിയുടെ കയ്യിലല്ലേ ഉള്ളത്. ആ പെൻഡ്രൈവുമായി അവൾ ഇവിടെ വന്ന അത് എപ്പോഴെങ്കിലും അവൾ ഓപ്പൺ ചെയ്ത് അതിലെ വിവരങ്ങൾ മുഴുവൻ അവൾ അറിഞ്ഞാൽ ദേ പിന്നെ നമ്മൾ കുടുങ്ങുവേ. നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ചിലപ്പോ നമ്മൾ രണ്ടുപേരും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടക്കരുത്. അവൾ ഇവിടുത്തെ മരുമകളായി വന്ന് കയറരുത്. അതിനെന്താ വഴിയെന്ന ഞാൻ ഈ ചിന്തിച്ച് തല പോയിക്കുന്നത്. പക്ഷെ എത്ര ചിന്തിച്ചിട്ടും ഒരു മാർഗവും കിട്ടുന്നില്ല. കല്യാണമാണെങ്കിൽ ഇങ്ങ് അടുക്കുകയും ചെയ്തു. ഛെ, ഹരിയേട്ടാ ഈ കല്യാണം ഒന്ന് മുടങ്ങിയ പോരെ? അതല്ലേ ഞാനിപ്പോ പറഞ്ഞു വന്നത്. അതിനൊരു ഐഡിയ ചേട്ടാ എനിക്ക് തോന്നുന്നു. എന്ത് ഐഡിയ? ദേ വല്ല പൊട്ടത്തരാണെങ്കിലേ നീ ഇപ്പൊ പറയാൻ നിൽക്കണ്ട. ഞാനാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. ചേട്ടാ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് തീരുമാനിക്കേ പൊട്ടത്തരാണോ അല്ലയോന്ന്. എന്നാ നീ പറ. ഹരിയേട്ടാ, ഹരിയേട്ടന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്ക. അങ്ങനെ സംഭവിച്ചാ ഈ വിവാഹം മുടങ്ങുമല്ലോ. അമ്മ ഇല്ലാതെ ഈ വിവാഹം എന്തായാലും മുടങ്ങുമല്ലോ. അല്ല നീ എന്താ പറഞ്ഞു വരുന്നേ? ഹരിയേട്ടന് മനസ്സിലായില്ലേ? അമ്മയെ കൊല്ലോന്നാണോ? നീ എന്റെ അമ്മയെ കൊല്ലാൻ പോവാണോ? ഹരിയേട്ടൻ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നത്? അമ്മയെ കൊല്ലോന്ന് ഞാൻ പറഞ്ഞോ? എടീ, ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാ അതോടെ തീർന്നുവല്ല. ഹരിയേട്ടന്റെ അമ്മയെ കൊല്ലണോന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ നിന്റെ ഐഡിയ? ഹരിയേട്ടാ, നമുക്ക് അമ്മ കഴിക്കുന്ന ആഹാരത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ ബോധം കടന്ന് മരുന്ന് കലർത്താം. അത് കലർത്തിക്കൊടുത്താ അമ്മ ബോധം കെട്ട് വീഴും. അമ്മ ബോധം കെട്ട് കിടപ്പിലായ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ എന്തായാലും കല്യാണം നടക്കില്ലല്ലോ. അങ്ങനെ കല്യാണം മുടങ്ങും. തൽക്കാലം കല്യാണം മുടങ്ങിയാ പോരെ? അപ്പൊ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അന്നേരം നമുക്ക് ദേവികയെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കാം. അല്ല ഈ പ്ലാൻ വിജയിക്കൂ? അതെനിക്ക് വിട്ടേക്ക്. മുത്തശ്ശി, ആ എന്താ കുട്ടാ? മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നല്ല കുട്ടിയല്ലേ. കഥയോ? ഈ നേരത്താണോ പറയുന്നേ? എനിക്കിപ്പോ തന്നെ കഥ കേൾക്കണം. സിദ്ധുമോ നല്ല കുട്ടിയല്ലേ. എനിക്ക് കഥ പറഞ്ഞ് താ മുത്തശ്ശി. എന്താ കുട്ടാ ഇത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.